എന്നാലും കൊള്ളാനും പോണേ, നമ്മൾ ആ കാട്ടിൽ കൂടെ കയറി വന്നിട്ട് ഇത്രയും ദൂരം ഇവിടെ വന്നല്ലോ. ഇതൊക്കെ ഇവിടെ എത്തിയത് എനിക്ക് മനസ്സിലാവാത്തത്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീടിനടുത്ത് തന്നെ നമ്മൾ ആ കണ്ടൽ കാട്ടിൽ കൂടെ കയറിയിട്ട് മറ്റേ കാട്ടിൽ കൂടെ കയറി ആ കുളത്തിന്റെ കയറി ഇവിടെ എത്തിയത് ഇല്ലേ അച്ഛാ? എന്നാലും പെട്ടെന്ന് ആ കള്ളിമുൾ ചെടി ആണെങ്കിൽ ആ ടോബട്ടോബയ്ക്ക് കൊണ്ട് കൊടുക്കാം. എന്നാലും പകരം ഉണ്ടോ മോളെ, നമ്മളെ വെറുതെ വിടുവന്നല്ലോ ആ സാധനം. അയ്യോ, അവരെങ്ങനെ ഇവിടെ എത്തി? എത്തിപ്പെട്ടത് ഇവിടെ. എന്നിട്ടെന്താ പറയാ, ടോബി ഇല്ലേ, ടോബി അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് വിട്ട് ആ ടോബി ഞങ്ങളെ വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞ് കള്ളിമുൾച്ചെടി പിടിച്ചോന്ന് വരാന്. നിങ്ങളെ പിടിച്ചോ ടോബി? എങ്ങനെ പിടിച്ചു നിങ്ങളെ? നിങ്ങളെന്തിനാ ഇവിടെ എത്തിയത്? ഞങ്ങൾ ഇങ്ങനെ ചന്തപ്പെട്ട് വരുമായിരുന്നു. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ മാത്രമല്ല, അമ്മയുണ്ട് അമ്മമ്മയുണ്ട് കൂടെ. അവരിതോ അവളെങ്കിൽ കള്ളിമുൾച്ചെടി പറിച്ചോണ്ടിരിക്കുക. അതിന്റെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞങ്ങളെങ്കിൽ എല്ലാവരുടെയെങ്കിലേ ഓട്ടോയിൽ കയറിയാണെങ്കിൽ ഇവിടെ പോയി കേട്ടോ, മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിക്കാണെങ്കിൽ ഓട്ടോയിലാണെങ്കിൽ പെട്രോൾ തീർന്നു പോയി. പിന്നെ അങ്ങനെ ഒരു സ്ഥലം കാട്ടിക്കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടോക്കാരനാണെങ്കിൽ കാട്ടിലോട്ടങ്ങനെ മൂത്രം ഒഴിക്കാൻ കണ്ട് കയറി കേട്ടോ. കുറേ നേരമായിട്ട് അയാളെ കാണാനില്ല. പിന്നെ ഞങ്ങൾ അയാളെ തപ്പി ഇറങ്ങി കേട്ടോ, കാട്ടിൽ അയാളെ നോക്കി. അങ്ങനെ ഞങ്ങൾ അയാളെ ഓട്ടോക്കാരൻ്റെ പുറകെ തപ്പി നടന്നു വന്നെത്തിയത് ഇവിടെ. വന്നെത്തിയപ്പോഴെന്താ പറയുക, ഞങ്ങളെങ്കിൽ ഇതുപോലെ തന്നെ ടോബട്ടോബിയെ കണ്ട്. ഞങ്ങളോട് അതിൻ്റെ ടോബട്ടോബിയെ പറഞ്ഞ് കള്ളിമുൾച്ചെടി മാറ്റിക്കൊണ്ട് ആ പുള്ളിക്കാരനെങ്കിൽ കള്ളിമുൾച്ചെടി വേണം, അതുകൊണ്ടൊക്കെ അത് പറിച്ചോണ്ട് വരാൻ പറഞ്ഞ്. അമ്മയും കൂടെ അയ്യോടെ കള്ളിമുൾച്ചെടി ഇഷ്ടംപോലെ പറിച്ചു തരാൻ തലയിൽ കെട്ടിക്കൊണ്ട് വരുന്നു. ആഹാ, ഇതെന്തോ കള്ളിമുൾച്ചെടി അല്ലല്ലോ, ഇതെന്തോ പിന്നെ കുറച്ച് പൂക്കളാണല്ലോ. എന്ത് ചെയ്യാനാ മോനെ, കള്ളിമുൾച്ചെടി ഒന്നും ഞങ്ങൾക്ക് പറിക്കാൻ പറ്റത്തില്ല. പിന്നെ കൈ കിട്ടിയതൊക്കെ പറിച്ച് അവിടെ പറയുന്ന ചെടിയാ, ഇതാക്കി അങ്ങ് പറിച്ചെടുത്ത്. ഏത് നേരത്താണ് ആ ഓട്ടോയ്ക്കകത്ത് കയറാൻ തോന്നിയത്. അതുകൊണ്ട് അയാളാണെങ്കിൽ മൂത്രം വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കാലിലോട്ട് കയറിപ്പോയി. കുറേ നേരമായിട്ട് കണ്ടില്ല. ഞങ്ങളങ്ങനെ അയാളെ നോക്കി വന്നത് പെട്ടത് ഇവിടെ ആ ടോബിട്ടോവിടെ ഫ്രണ്ടിൽ ചെന്ന് വിടുകയും ചെയ്ത്. ഞാൻ ഇവളോട് പറഞ്ഞ് പോകുന്നു കൊണ്ടുപോയിട്ട് പ്രയോജനമില്ലാന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, കയ്യിൽ എന്തെങ്കിലും വേണ്ടേ, വെറുതെ അങ്ങനെ പോകുന്നത്. ആ ശരിയാണല്ലോ. നിങ്ങൾ ആരാ? ഞാൻ അവിടുത്തെ താമസക്കാരിയാ. എൻ്റെ വീടാണെങ്കിലേ അങ്ങ് പാറയുടെ ഒക്കെ അടുത്താ. നിങ്ങളെന്തിനു കള്ളിമുൾച്ചെടി തല വെച്ചേക്കുന്നത്? ഇത് എവിടെ കൊണ്ടുപോവാ? ആ കള്ളിമുൾച്ചെടിയോ? അതെ, ഞങ്ങളുടെ വീട്ടിൽ കറി വെക്കുന്ന ഇതാ. ആ ഇവിടൊക്കെ എങ്ങനെയല്ല, കള്ളിമുൾച്ചെടി കറി വെക്കും. ചേഞ്ച് ചെയ്യാനാന്ന് പറഞ്ഞ് അതിന് ദേഹത്തുണ്ടല്ലോ, അതാണെങ്കിൽ മാറ്റാൻ വേണ്ടിട്ടാ. അപ്പൊ ഈ കള്ളിമുൾച്ചെടി കൊണ്ടുചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അമ്മമ്മ ഞങ്ങൾക്ക് അറിഞ്ഞു തരുമോ കള്ളിമുൾച്ചെടി? അയ്യോ, കള്ളിമുൾച്ചെടി എടുക്കാനെങ്കിൽ ഭയങ്കര പാടാന്നേ. ഇതെനിക്കാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് കറി വെക്കാനുള്ള സാധനമാണ് ഇത്. അയ്യോ, എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഓരോരുത്തർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെയാ. ഞങ്ങൾ പിന്നെ കഷ്ടപ്പെട്ട് പോയി എടുക്കും. ഇതൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തോ വിട്ട് കറി വെക്കും? ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിലേ ഉണങ്ങിയത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അയ്യോ വേണ്ട, ഉണങ്ങിയത് വേണ്ട. പിന്നെ ടോബട്ടോബിക്കാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതിൻ്റെ ദേഹത്തുണ്ട് പച്ച, അത് മാറ്റിയിട്ട് അത് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ പിന്നെ ഉണങ്ങിയത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ ചാടിക്കും അത്. ഓ ഉണങ്ങിയത് വേണ്ടേ? എന്താ പിന്നെ നല്ല എളുപ്പമുണ്ട്, അത് വരട്ടെ. എന്നാ അതായിക്കോട്ടെ. ഞങ്ങൾക്ക് എന്തായാലും കള്ളിമുൾച്ചെടി കൈകൊണ്ട് തൊടാൻ തന്നെ പേടിയാവുന്നു. ഞങ്ങൾ അവിടെ വരുമ്പോഴത്തേക്ക് എടുത്ത് പാക്ക് ചെയ്ത് വിട്ടാൽ മതി. ഞങ്ങൾ എനിക്ക് ആ ടോബട്ടോബിക്ക് കൊണ്ട് കൊടുക്കാം. എന്നാ എല്ലാവരും കൂടെ എൻ്റെ കൂടെ വാ, എൻ്റെ വീട്ടിലോട്ട്. കുറേ ദൂരമല്ലേ നടക്കാൻ തുടങ്ങിയിട്ട്? എവിടെയാ വീട്? ആ പാറക്കകത്ത് തന്നെ എൻ്റെ വീട്. കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. ആ പാറമടയുടെ അവിടൊക്കെയാണ് ഞാൻ കിടക്കുന്നത്. പാറയുടെ പുറത്ത് കിടന്നാണ് ഞാൻ ഉറങ്ങുന്നത്. വാ അങ്ങോട്ട് പോവാം. ഇതാണ് എൻ്റെ വാസസ്ഥലം. എന്തോ ആ കിടക്കുന്ന പാറ കണ്ടോ? ആ പാറപ്പുറത്താണ് ഞാൻ കിടന്നുറങ്ങുന്നത്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടേ ചേച്ചി, പിന്നെ ഞങ്ങളാണെങ്കിൽ ആ ടോബട്ടോബിക്കാണെങ്കിൽ ഇതൊന്നും കള്ളിമുൾച്ചെടി ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. ഈ വഴി അങ്ങനെ രക്ഷപ്പെടാൻ തന്നെ വഴിയുണ്ടോ? അയ്യോ, അങ്ങനെ ഒന്നും പറയല്ലേ. ടോബട്ടോബി നിങ്ങളെ വെച്ചേക്കത്തില്ല. ഏത് വഴി പോയാലും അത് പിന്തുടരും. എൻ്റെ പൊന്നു കുട്ടുപോലെ ഒന്നാമതിനോട് ടെൻഷൻ അടിച്ചിരിക്കുക. നീ ആവശ്യമില്ല കാര്യമൊക്കെ പറയാൻ മരിക്കും. അവിടെ നിൽക്ക്. നമുക്ക് ആ കള്ളിമുൾച്ചെടി മേടിച്ച് നമുക്ക് ആ ടോബട്ടോബിക്ക് കൊണ്ട് കൊടുത്തിട്ട് എങ്ങനെ വീട്ടിൽ പോകണം. ഒരു കാര്യം ചെയ്യ്, എല്ലാവരും ആ പാറപ്പുറത്തോട്ട് പോയിരിക്കും. ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സമയമില്ല. നിങ്ങൾ അതെങ്കിൽ പെട്ടെന്ന് എടുത്ത് തന്നാൽ ഉപകാരമാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞാനെന്നാ പോയി എടുത്തു വരട്ടെ. ഞാൻ നല്ല ഫ്രഷ് സാധനം തന്നെ കൊണ്ടുവരാം. നിങ്ങൾ അവിടെ വിഷമിക്കാൻ നിൽക്കുക.
അവരൊരു പാവ സ്ത്രീയല്ലേ. ഷോ, അവരെ കണ്ടുമുട്ടിയല്ലേ നമ്മളിപ്പോ എന്ത് ചെയ്തേനെ? അത് ശരിയാ. അയ്യോ, എന്റെ ദേഹത്തായിട്ട് കല്ലറച്ചിരിക്കുന്നത്. അയ്യോ, എന്താ സംഭവിച്ചത്? പോളെ പാറ ഉറച്ചിരിക്കാൻ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, പാറ എങ്ങനെ ഇളക്കി എടുക്കും ഇനി? അയ്യോ വേണ്ട, എന്റെ ദേഹത്ത് പാറയായി. അയ്യോ, അമ്മൂമ്മയുടെ ദേഹത്ത് തേണ്ട പാറ. എനിക്ക് അങ്ങോട്ട് തിരിയാ പയ്യ, ഇങ്ങോട്ട് തിരിയാ പയ്യ. എടി ശാരദ, നീ നോക്കിയിരിക്കുന്നത് ആ പുള്ളിക്കാരത്തെ പോയി വിളിച്ചിട്ട് പാടി, അവരെന്തെങ്കിലും പരിഹാരം ചെയ്യും. അയ്യോ ശരിയാ, ശാരദ ഓടി പോ, അവരെ വിളിച്ചിട്ട് പോവാ. അവർക്കാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അയ്യോ, തോണ്ട് നിൽക്കുന്ന ചേച്ചി, അവര് അവളെ ചിരിച്ചോണ്ടിരിക്കുന്നു. ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഇത് നോക്കിക്കേ, ഇവരുടെ പാറയായിട്ട് നിൽക്കുന്നു. ആ ചേച്ചി ഇപ്പൊ വരും കേട്ടോ, ആരും വിഷമിക്കണ്ട. അയ്യോ വേണ്ട, എന്റെ ദേഹത്ത് പാറയായി. ആ കള്ളി മുളിച്ചെടി ഞാൻ നോക്കി കേട്ടോ, ഉണങ്ങിയതേ ഉള്ളൂ കേട്ടോ. അതങ്ങനെ ഇളവായിട്ടുള്ളതില്ല. നല്ല പച്ച കളർ വേണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞു, അതില്ല കേട്ടോ, ഉണങ്ങിയതേ ഉള്ളൂ. സോറി ചേച്ചി, നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടിട്ടൊന്നും മനസ്സിലായില്ലത്. ഞങ്ങൾ തേണ്ട പാറയുടെ മുകളിൽ കയറി നിൽക്കുക. മുകളിലല്ല, ഞങ്ങളുടെ മുകളിൽ തേണ്ട പാറ നിൽക്കുക. ഞങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അയ്യോ ഞങ്ങളെ ഒന്ന് അയച്ചു വിടോ. അയ്യോ ചേച്ചി, ചേച്ചി എത്തൊന്നും മിണ്ടാത്തേ. പാറയോ? ഓ, ഇതിപ്പോ എന്റേന്ന് പറഞ്ഞാൽ പാറ വീടാ. ഞാൻ പാറയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുന്ന ആളാ. പാറയോടെ പാറ. പിന്നിപ്പോ നിങ്ങൾ ഇച്ചിരി പാറയ്ക്കകത്ത് നിക്ക്. എന്താ ഇവര് പറയുന്നത്? ചേച്ചി, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കൊള്ളാം, ഭയങ്കര കോമഡി. അയ്യോ ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങളെന്താ ഞങ്ങളെ രക്ഷിക്കാത്തേ? എന്നാ പിന്നെ എനിക്ക് നിങ്ങളെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ലല്ലോ. എന്താ വെച്ചാ നിങ്ങളപ്പോ മനഃപൂർവ്വമാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അതെ, അതെന്റെ ട്രാപ്പായിരുന്നു. അപ്പൊ എന്നെ ഇതുവരെ മനസ്സിലായില്ല നിങ്ങൾക്ക്. ഞാൻ ഇവിടുത്തെ മന്ത്രവാദിനിയാ, പാറിണി. പാറിണിയോ? നമ്മള് പെട്ട്. ഓ, ആ ടോബി വരുന്നു. ആരും അനങ്ങരുത്, ഇവിടുന്ന് മിണ്ടരുത് കേട്ടോ. ഇനിയിപ്പൊ മിണ്ടിയാലും മിണ്ടിയില്ലും കണക്കാ. നമ്മുടെ ടോബിയുടെ കയ്യിൽ പെട്ടാലും ഇവരുടെ കയ്യിൽ പെട്ടാലും കണക്കല്ലേ പിള്ളേരെ? ആ ടോബി ഇനി ഞങ്ങൾ ഈ പാറക്കകത്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ തല കടിച്ചെടുത്തോണ്ട് പോകും. അവൻ എന്റെ മെയിൻ ശത്രു ആ ടോബി. നിങ്ങൾ രണ്ടുപേരും ശത്രുക്കളാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് എന്തിനു ശത്രുത വെച്ചോണ്ടിരിക്കുന്നേ? ഹാ തള്ളേ, നിങ്ങളാള് കൊള്ളാലോ. ഇവരെന്റെ ഇരകളാ. നിങ്ങളെന്തിനാ ഇവരെ പിടിച്ച് ഇവിടെ വെച്ചേക്കുന്നേ? ദേ ടോബി, എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. നിന്റെ കള്ളിമുൾച്ചെടി മൊത്തം ഞാനിപ്പോ പിഴുതെറിയും. ആഹാ, അത്രയും ശക്തിയുണ്ടോ? ഈ പാറ എടുത്ത് നിങ്ങളെ അടിക്കും. നീ എന്താ എന്നെ അറിയാത്തവരെ സംസാരിക്കുന്നത്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യടാ. പാറ എടുത്ത് അടിക്കടാ എന്നെ. എല്ലാവരും ഒന്ന് മാറിയിരിക്കാം. പാറ എടുത്തിട്ട് കൊടുക്കട്ടെ അവർക്ക്. അടിക്കടാ പാറ എടുത്ത്. എന്നെ എത്ര പാറ ഇട്ട് അടിച്ചത് എനിക്കൊന്നും പറ്റുന്നില്ലടാ. അയ്യോ, ആ സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാം. നേടാ, നമ്മുടെ ദേഹത്തെ പാറ ആ ടോബി എടുത്ത് അവരെ എടുത്ത് അടിച്ചത്. ആ ഓടിക്കല്ലാരും. എടാ, നീ എന്നെ പാറ എടുത്ത് അടിക്കൂ. നിനക്കല്ലിപ്പോ തരാടാ. നീ എന്തോ ചെയ്യുന്നുള്ള എന്നെ? ഇനിയിപ്പോ പേടിക്കണ്ട, നമുക്ക് കുറച്ച് ദൂരം കൂടി ആ കടൽക്കടി കൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ പറ്റൂ. അയ്യോ ആരും പേടിക്കണ്ട, നീ അവരവിടെ പൊരിഞ്ഞെടുത്ത് നടക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് പോ മക്കളെ.